പീഡനക്കേസിനെ തുടർന്ന് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ച 2 സിറ്റിംഗ് MLA-മാരാണ് ഉണ്ടായിരുന്നത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയും. രാഹുലിനെതിരെ 3 കേസുകളായിരുന്നു കോടതിയിൽ ഉണ്ടായിരുന്നത്. അത് ഗർഭഛിദ്രം ഉൾപ്പെടെ ഗുരുതരമായ കുറ്റങ്ങളായിരുന്നു. ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പിന്നീട് തെരഞ്ഞെടുപ്പിൽ സീറ്റും നിഷേധിച്ചു. ആ കേസുകൾ നടക്കുകയാണ്. താൻ നിരപരാധിയാണെന്നാണ് രാഹുലിന്റെ വാദം. എൽദോസിനെ സംബന്ധിച്ച് സീറ്റ് നഷ്ടം അപ്രതീക്ഷിതമായിരുന്നു. സീറ്റ് ഉറപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിരുന്ന എൽദോസിന് സീറ്റ് കൊടുക്കേണ്ട എന്ന തീരുമാനം ഞെട്ടിക്കുന്നതായിരുന്നു. അതിനു പിന്നിൽ ചില ഗ്രൂപ്പ് താൽപര്യങ്ങളും ഉണ്ടായിരുന്നു എന്നത് കാണാതിരുന്നുകൂടാ. എൽദോസിനെതിരെ നെയ്യാറ്റിൻകര കോടതിയിലുള്ള പീഡനക്കേസാണ് തിരിച്ചടിയായത്. തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസങ്ങളിൽ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ടെന്നായിരുന്നു വാർത്തകൾ. അങ്ങനെയെങ്കിൽ അത് തിരിച്ചടിയാകുമെന്ന് നേതൃത്വം വിലയിരുത്തി മാറ്റി നിർത്തി. പകരം മനോജ് മൂത്തേടൻ സ്ഥാനാർത്ഥിയായി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. UDF ഭരണവും നേടി. സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് എൽദോസ് പാർട്ടി വിടുമെന്നും റിബലായി മത്സരിക്കുമെന്നും ഒക്കെ കേട്ടെങ്കിലും അതൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ എൽദോസിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പീഡന കേസിൽ എൽദോസിനെ നെയ്യാറ്റിൻകര കോടതി കുറ്റവിമുക്തനാക്കി. പരാതിക്കാരി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കോടതിയിലെത്തി എൽദോസിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. എൽദോസ് പീഡിപ്പിച്ചിട്ടില്ലെന്നും പരാതിയില്ലെന്നും യുവതി കോടതിയെ അറിയിച്ചു. 2 സാക്ഷിമൊഴികളും എൽദോസിന് അനുകൂലമായിരുന്നു. 2022 സെപ്റ്റംബർ 28-നാണ് ശാരീരികമായി ഉപദ്രവിച്ചെന്ന് കാട്ടി പേട്ട സ്വദേശിയായ യുവതി എൽദോസിനെതിരെ പരാതി നൽകിയത്. പരാതി പിൻവലിക്കാൻ എൽദോസ് 30 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്നും യുവതി അന്ന് വെളിപ്പെടുത്തിയിരുന്നു. അതൊന്നും സത്യമല്ലെന്നാണ് ഇപ്പോൾ യുവതി തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എൽദോസിന് ഇത് ആശ്വാസം നൽകുന്ന വിധിയാണ്. പക്ഷേ ഈ കേസിന്റെ പേരിൽ സീറ്റ് നഷ്ടപ്പെട്ടതോർത്ത് എൽദോസിനി ഒരുപാട് ദുഃഖിക്കും. ഉറപ്പായിരുന്ന സീറ്റും ഒരു മന്ത്രി പദവുമാണ് എൽദോസിന് നഷ്ടമായതെന്ന് പലരും പറയുന്നുണ്ട്.